Hi students, the last topic in third module is storing and sharing files. So, നമ്മൾ ക്ലൗഡിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പം it is actually cloud storage. So, the first form of web-based data storage is called cloud storage. But cloud storage means നമ്മൾ ഒരു സിംഗിൾ സെർവറിൽ പോയിട്ട് എക്സാക്ട് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നല്ല. വി ഡോണ്ട് നോ വെയർ അവർ ഡാറ്റ വിൽ ബി സ്റ്റോർഡ്. ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റ ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ഏത് സെർവറിലാണോ ആ സെർവർ ഏത് കോണ്ടിനെന്റിലാണെന്ന് പോലും നമുക്കറിയില്ല അല്ലേ. നമ്മൾ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നു, ഡാറ്റ വിൽ ബി സ്റ്റോർഡ് സംവെയർ അല്ലേ. So actually in cloud storage there will be a network data storage where data files are stored on multiple virtual servers. Virtual servers means നമ്മളൊരു physical serverനെ ഒരു മൾട്ടിപ്പിൾ വെർച്വൽ മെഷീൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, വെർച്വൽ സെർവേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിന് ഓരോന്നിനും ഡിഫറെൻറ്റ് എന്താ പറയുക IP അഡ്രസ്സൊക്കെ അസൈൻ ചെയ്യാം. അപ്പോൾ യൂസറെ സംബന്ധിച്ച് ആരാണോ അപ്ലോഡ് ചെയ്യുന്ന അയാളെ സംബന്ധിച്ച് ഇതിൽ ഏത് സെർവറിലാണോ ഡാറ്റ സ്റ്റോർ ചെയ്തതെന്നോ ഈ ഓരോ വെർച്വൽ സെർവേഴ്സും കറക്റ്റ് ഏത് ഫിസിക്കൽ സെർവറുമായിട്ടാണ് മാപ്പ് ചെയ്യുന്ന ഒരു അറിവും ഉണ്ടാവില്ല. ഓക്കെ. The servers used for cloud storage are typically hosted by third-party companies who operate large data centers like Amazon, Google, etc. അവരുടെയൊക്കെ കയ്യിൽ ലാർജ് ഡാറ്റ സെർവേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹോസ്റ്റിംഗ് കമ്പനി തുടങ്ങിയിട്ട് ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നത് ഗൂഗിളിൻ്റെ അല്ലെ ആമസോണിൻ്റെയോ സ്റ്റോറേജിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു hosting service തുടങ്ങാൻ പറ്റും. When you subscribe to a cloud storage service, you lease storage capacity from the cloud storage service. Okay, so we are actually leasing space, storage. അപ്പോൾ ഇപ്പോൾ ഒരു ഡ്രൈവിലാണെങ്കിൽ നമുക്ക് ഇത്ര 15 GB കിട്ടുന്നു, ഇനി അതല്ല ഡ്രോപ്പ് ബോക്സ്, അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സ്പേസ് കിട്ടും. ഇനി അതല്ല അഡീഷണൽ സ്പേസ് വി വിൽ പേ ഫോർ ദാറ്റ്. Okay, you have to you will get access to the contracted amount of storage space which you access via the internet. അതായത് നമുക്കിപ്പോൾ 15 GB ആണ് ഗൂഗിൾ ഡ്രൈവിൽ കിട്ടുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു 15 GB ഒരു സിംഗിൾ ഡിവൈസിലാവണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഓരോ സമയത്തും അത് മാറിക്കൊണ്ടിരിക്കാം. നമ്മൾ തുടക്കത്തിൽ നമുക്ക് അലോട്ട് ചെയ്ത സ്പേസ് ആയിരിക്കണം എന്നില്ല. പിന്നെ എനിവേ our data will be there in the cloud. What you see looks like a single server or hard disk, but in reality your data may be stored across multiple servers, sometimes spanning multiple locations that then appear to be single server in your storage dashboard. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ഡാറ്റയും കൂടെ അവിടെ കാണും. ഓക്കെ, പക്ഷെ അത് ആക്ച്വലി എവിടെയാണ് ഉണ്ടാവുക, ചില സമയത്ത് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലായിരിക്കും ഉണ്ടാവുക. ഈ ഓരോ ഇന്നും ചിലപ്പോൾ വേറെ വേറെ ഡിസ്റ്റന്റ് ലൊക്കേഷൻസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മൾട്ടിപ്പിൾ സെർവേഴ്സിലായിരിക്കും ഡാറ്റ ഉണ്ടാവുക. പക്ഷെ ഇതൊന്നും ആരറിയേണ്ട കാര്യമില്ല, യൂസർ അറിയേണ്ട കാര്യമില്ല. ഹീൽ ഗെറ്റ് എ സിംഗിൾ സ്റ്റോറേജ് ഡാഷ്ബോർഡ്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ പോലെ, ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ കാണുന്ന പോലെ. പക്ഷെ ഇതൊന്നും എന്തല്ല, ഒരു സിംഗിൾ ലൊക്കേഷനിലല്ല. പക്ഷെ യൂസർക്ക് എന്തൊരു വ്യൂ ഉണ്ടാവും, ഇതെല്ലാം ഒരു സിംഗിൾ നമ്മളിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കാണാൻ പറ്റും. Okay, then what are the three benefits of cloud storage? There are many benefits. The primary benefits are scalability, reliability and low cost. Scalability means നമ്മൾ ഇപ്പോൾ ഒരു 15 GB ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് കരുതുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണം, കുറേ ഡാറ്റ സ്റ്റോർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ അഡീഷണലി ഒരു 100 GB എടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ആവശ്യം വരുമ്പോൾ പിന്നെ ഒരു 50 GB എടുക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് സ്കെയിൽ അപ്പ് ചെയ്ത് പോകാം, കൂട്ടിക്കൊണ്ട് വരാം. ഇനി നിങ്ങൾക്ക് ആവശ്യമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സ്കെയിൽ ഡൗണും ചെയ്തു തരാം, കുറച്ച് കുറച്ച് കൊണ്ടുവരാം. ഇതിന് പറയുന്ന പേരാണ് സ്കെയിലബിലിറ്റി. ദാറ്റ് ഈസ് യു ക്യാൻ ആഡ് ഓർ റിമൂവ് എനി സ്റ്റോറേജ് സ്പേസ്. ദാറ്റ് ഈസ് ഹൗ മച്ച് യു വാണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എത്ര വേണോ അത്രയും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഇൻക്രീസ് യുവർ സ്റ്റോറേജ് ഓർ ലൈക്ക് ദറ്റ് യു ക്യാൻ റിമൂവ് യുവർ സ്റ്റോറേജ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ്, ആവശ്യമുള്ളതിന് മാത്രം നിങ്ങൾ കോസ്റ്റ് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഡിവൈസ് വാങ്ങുകയാണെങ്കിൽ, നിങ്ങളൊരു TV വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അതിന് മൊത്തത്തിൽ കോസ്റ്റ് കൊടുക്കണം അല്ലേ. ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങുകയാണെങ്കിൽ ചില സമയത്ത് നിങ്ങൾ വളരെ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ, ചില സമയത്ത് വളരെ കൂടുതൽ യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ഇവിടെ എന്തില്ല, നമുക്ക് ആ ഒരു പ്രശ്നമില്ല. നമുക്ക് എത്രയാണോ ആവശ്യം അതിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. നെക്സ്റ്റ്, റിലയബിലിറ്റി.
റിലയബിലിറ്റി മീൻസ് നമുക്ക് നമ്മുടെ ഡാറ്റ റിലയബിൾ ആണ്. ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലൂസ് ആവുന്നുള്ള ഒരു പ്രശ്നം നമുക്കില്ല. ഇറ്റ് വിൽ ബി ദർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റ ഒരു സിംഗിൾ ലൊക്കേഷൻ അല്ല, മൾട്ടിപ്പിൾ ലൊക്കേഷനിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അത് റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഇതിലെ ഡാറ്റ മിസ്സായാലും അത് അതിൻ്റെ ഉള്ളിൽ തന്നെ യൂസർ അറിയാതെ തന്നെ ആ ബാക്കപ്പ് നിന്ന് ഡാറ്റ എടുത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ആ ഡാറ്റ ഇൻ ദ ക്ലൗഡ് വിൽ ബി റിലയബിൾ. Okay, so these are the primary benefits of using cloud storage: scalability, reliability, and lower cost. Okay. Then what are the risks or disadvantages of storing data in the cloud? One is reliability itself. അതായത് നമ്മളിപ്പോൾ ക്ലൗഡിൽ നമ്മുടെ ഡാറ്റ മിസ്സാവില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റോർ ചെയ്യുന്നു. പക്ഷെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആളുടെ ക്ലൗഡ് സർവീസ് പ്രൊവൈഡർക്ക് വല്ല ടെക്നിക്കൽ ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ our data will be lost. ചില സമയത്ത് ജിമെയിലൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റുന്നില്ല, ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, 1 hour ഒക്കെ ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഇതേപോലെ നമ്മുടെ സ്റ്റോറേജ് കിട്ടാതിരുന്നാലോ? ഓക്കെ, സോ വി കനോട്ട് സേ ഇറ്റ് ഈസ് 100% റിലയബിൾ. ദർ ഈസ് ചാൻസ് ഫോർ റിസ്ക്. ഓക്കെ, നെക്സ്റ്റ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി മീൻസ് നമ്മളിപ്പോൾ വിചാരിക്കുന്നു വി ബിലീവ് ദാറ്റ് അവർ ഡാറ്റ ഈസ് സെക്യൂർ. ഓക്കെ, അങ്ങനെയാണ് നമുക്കത് പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ചെറിയ വീഡിയോ ഗ്രൂപ്പിൽ ഇട്ടില്ലേ, വി ബിലീവ് ദാറ്റ് അവർ ഡാറ്റ ഈസ് സെക്യൂർ ബട്ട് ദർ ഇസ് എ ത്രെറ്റ് ഓൾവേസ്. സമ്മൺ വന്ന് നമ്മളെ ഡാറ്റ എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയ പോലും ഇല്ല, ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം അല്ലേ. അതേപോലെ തന്നെ യൂസർ എറർ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ക്ലൗഡ് പ്രൊവൈഡർ അല്ലാതെ തന്നെ നമ്മൾ ഒരു യൂസറെ സംബന്ധിച്ച് യൂസർക്ക് ചില സമയത്ത് വല്ല അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടും എന്ത് സംഭവിക്കാം, നമ്മൾ ഡാറ്റ ലൂസ് ആവാം. അതേപോലെ അവിടുത്തെ ടെക്നിക്കൽ വല്ല സ്റ്റാഫ് അങ്ങനെ വല്ലതും ഹ്യൂമൻ ഇന്റർവെൻഷൻ കൊണ്ടും ത്രെറ്റ് ഉണ്ടാവാം. ഓക്കെ, ദെൻ ആക്സസ് പ്രോബ്ലം. ഇത് നമുക്കറിയാം ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ക്ലൗഡ് ആൻഡ് വി നീഡ് ഇന്റർനെറ്റ് കണക്ഷൻ ടു ആക്സസ് ദിസ് ഡാറ്റ. സോ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, നമുക്ക് ഇന്റർനെറ്റ് ഇല്ല അല്ലെങ്കിൽ ഇന്റർനെറ്റ് നമുക്ക് ആക്സസ് ഇല്ലെങ്കിൽ വി കനോട്ട് ആക്സസ് ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ ക്ലൗഡ്. ദെൻ സം എക്സാമ്പിൾസ് ഫോർ data storage in cloud. The most important one is Amazon S3, then Ignite, Elephant Byte, Microsoft Office Live Workspace, Mozo, My Databus, Nirvanix, Tcar, Windows Live, SkyDrive. ഇതൊക്കെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെയും കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം, അതല്ലെങ്കിൽ നെറ്റിലൊക്കെ നോക്കിയിട്ട് നോക്കാം. നമുക്ക് ആദ്യത്തെ 3 എണ്ണം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആമസോൺ S3. Amazon S3 means Simple Storage Service. 3 S കൂടിയിട്ടാണ് S3. നിങ്ങളിപ്പോൾ ആമസോണിൻ്റെ ക്ലൗഡ് കോഴ്സ് ഒക്കെ ചെയ്തുകൊണ്ട് അറിയായിരിക്കാം. ആമസോൺ സിമ്പിൾ സ്റ്റോറേജ് സർവീസ്. അപ്പോൾ നമുക്ക് ക്ലൗഡിൽ അൺലിമിറ്റഡ് ഓൺലൈൻ സ്റ്റോറേജ് ആണ് ആമസോൺ S3 പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് എ വെബ് ഇൻ്റർഫേസ്, സിമ്പിൾ ഇൻ്റർഫേസ് ടു ആക്സസ് അവർ ഡാറ്റ. ഓക്കെ, and Amazon charges fees for the amount of data stored and for the bandwidth used in uploading and downloading data. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് പേയ്മെന്റ്. നമ്മൾ എത്ര സ്റ്റോറേജ് എടുക്കുന്നു അതേപോലെ അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങിന്റെ ബാൻഡ്വിഡ്ത്ത്. ഇറ്റ് യൂസസ് ദ സെയിം സ്കേലബിൾ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് ആമസോൺ യൂസസ് ടു റൺ ഇറ്റ്സ് ഓൺ ഗ്ലോബൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. ഓക്കെ, അതായത് ആമസോണിന്റെ ഒരു ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് സ്കേലബിൾ ആയിട്ടുള്ള, അതിൽ തന്നെയാണ് ഈ ആമസോൺ S3 വരുന്നത്. സോ ഇറ്റ് ഈസ് distributed across multiple servers. സോ നമുക്ക് ആമസോണിൻ്റെ AWSൽ പോയി കഴിഞ്ഞാൽ അവിടെ സിമ്പിൾ സ്റ്റോറേജ് സർവീസിൻ്റെ ലിങ്ക് ഉണ്ട്, S3 ആമസോൺ S3യുടെ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആമസോൺ S3 ആക്സസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇഗ്നൈറ്റ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലൈൻ ഫയൽ സ്റ്റോറേജ് ബാക്കപ്പ് ആൻഡ് ഷെയറിംഗ് and you can easily designate authorized users with whom to share specific files and folders, complete with automatic file versioning. അപ്പം നമുക്ക് ഈ ഫയൽ ഷെയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ഇഗ്നൈറ്റ്. ഓക്കെ, യു സെറ്റപ്പ് എ വെർച്വൽ ഓൺലൈൻ ഫയൽ സെർവർ ദാറ്റ് യു കോൺഫിഗർ അക്കോർഡിംഗ് ടു യുവർ സ്പെസിഫിക് നീഡ്സ്. നമുക്ക് നമ്മുടെ ഫയൽസ് ഓർഗനൈസ് ചെയ്യാൻ ഒരു എന്താ പറയുക വെർച്വൽ ഓൺലൈൻ ഫയൽ സെർവർ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോൾഡേഴ്സും സബ് ഫോൾഡേഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ ഫോൾഡർ വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർമിഷൻസ് കൊടുക്കാനും ഷെയർ ചെയ്യാനും പറ്റും. Okay, and uploading file is very much easy. Just we have to click some buttons only. Anything you upload to your shared folders can then be shared with other users whom you authorize. അതായത് നമ്മൾ പറഞ്ഞു ഫോൾഡറിലാണ് ഡാറ്റ ഉണ്ട്, അപ്പോൾ ഫോൾഡറാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫോൾഡർ നമ്മൾ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിൽ നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും, എല്ലാവർക്കും നമ്മൾ ആരൊക്കെ ആയിട്ടാണോ ഇത് ഷെയർ ചെയ്തത് അവർക്കൊക്കെ വിസിബിൾ ആയിരിക്കും.
Next, Elephant Drive. Okay, it's very user-friendly online file storage service, and they offer 3 different versions for different users: Home Edition, Pro Edition and Pro Plus Edition. അതായത് ഓരോരുത്തരുടെ പ്രൊഫഷണൽസ് ആണോ അതല്ല ബേസിക് യൂസ് ആണോ എന്നുള്ളതിനനുസരിച്ചാണ് ഡിഫറെൻറ്റ് വേർഷൻസ് വന്നിരിക്കുന്നത്. Okay, then each edition has different storage and different transfer limit. Okay, അപ്പം നിങ്ങൾ സ്റ്റോറിങ് ആൻഡ് ഷെയറിങ് ഫയൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ക്ലൗഡ് സ്റ്റോറേജ്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എക്സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സോ വി ഹാവ് കംപ്ലീറ്റഡ് 3rd മൊഡ്യൂൾ. താങ്ക് യു.